എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇത് നിങ്ങളുടെ ആരതിപ്പൊടി ആൻഡ് അത് നമ്മുടെ പുതിയ ഒരാളാണ്. പുള്ളിക്കാരി നമ്മുടെ കഫേ ലൂക്കയുടെ ഇന്റീരിയർ ഡിസൈനർ ആണ്. ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്കമിങ് ആയിട്ട് വരുന്ന ഒരു എന്താ പറയാ ഒരു ഓണ്ടർപ്രണർ ആണല്ലേ. ഓക്കെ, അപ്പൊ രണ്ട് ഓണ്ടർപ്രണേഴ്സ് ആണ് എന്റെ അടുത്ത് ഇരിക്കുന്നത്. ഞാൻ അല്ല, അതെന്താന്ന് വെച്ചാൽ കഫേ ലൂക്ക എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമ്മളിങ്ങനെ ഐഡിയ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര്, ഒരു 100-300 പേര് നമ്മളെ കോൺടാക്ട് ചെയ്തു. അതിലങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമുക്ക് പറ്റുന്ന ഒരു വൈബ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് കൺവേ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഐഡിയാസ് തരാൻ പറ്റുന്ന ഒരാളിനെ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സോണിയയിലേക്ക് എത്തിയത്. അപ്പം സോണിയ ഹാപ്പി അല്ലേ? ഹാപ്പി ആണല്ലോ. ഓക്കെ, സോ അപ്പം നമ്മളിപ്പം ഫസ്റ്റ് ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയുടെ അടുത്ത് നമ്മളെ കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ലൊക്കേഷൻ ആൻഡ് ഇതിന് പറ്റിയ ഒരു പ്ലേസ് ആണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലുള്ളതിൽ. അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ ചെയ്യുന്നത്, ഞങ്ങൾ ആദ്യം ഇപ്പൊ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് പിന്നെ നമ്മൾ ഐഡിയാസ് പറയുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആൻഡ് സ്പേസ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അത് അവരാകുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അവരായതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒരു ഐഡിയ ഉണ്ട്. സോ അപ്പം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം അവരെന്തായാലും ഒരു എന്താ പറയുക 3-4 സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയി ആ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ട്, ഇപ്പൊ ഇൻ കേസ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഫിക്സ് ചെയ്യും. എന്തായാലും എടുപിടി എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷെ ദൈവം സഹായിച്ചെല്ലാം പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയാസ്? എങ്ങനെയുണ്ട് ഐഡിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ് ഐഡിയാസ് രണ്ടുപേർക്കും ഉണ്ട്. എനിക്ക് കുറച്ച് ഈസിയാണ്, കംഫർട്ടാണ്, കുറച്ചുകൂടി കളർഫുൾ ആയിട്ടാണ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു എന്ത് ചെയ്താലും കളർഫുൾ ആയിട്ടേ ചെയ്തുള്ളൂ. അപ്പൊ എനിക്ക് ആക്ച്വലി കുറെ നാളായിട്ട് ഒരു എന്താ പറയാ, എനിക്ക് ബിഗ് ബോസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, എനിക്ക് ബിരിയാണി കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഒരു സിഗ്നേച്ചർ ഒരു ബിരിയാണി, എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ബിരിയാണി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ഒരു കഫേയിൽ തന്നെ ബിരിയാണിയുടെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു. കാരണം അതിനുള്ള ഒരു കിച്ചന്റെ ഏരിയയും പിന്നെ ഈ പറഞ്ഞ കണക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും, സോ അതെല്ലാം ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷനായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാകുമ്പോഴത്തേക്ക് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കും അത് ട്രൈ ചെയ്യാം. പിന്നെ ഞാനത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇനിഷ്യലി ഞാനത് 50 എണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഗ്രാജുവലി അത് കൂട്ടി ഒരു 250 കൊണ്ടുവരണമെന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കൊച്ചിയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എപ്പോഴെങ്കിലും ബിരിയാണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ ബേസിക്കലി ഭയങ്കര ഫുഡിയാണ്, ഭയങ്കര ഭക്ഷണപ്രിയനാണ്. സോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഓർഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ്. സോ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു എന്താ പറയുക എൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ബിരിയാണി സ്റ്റാർട്ട് ചെയ്ത് വിടാന്നുള്ളത്. അപ്പം എൻ്റെ ബിരിയാണി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പേര് കൊച്ചിയിലുള്ളവർ ട്രൈ ചെയ്യുമെന്നുള്ളത് നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ 50 നമ്പേഴ്സ് ആണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അതിന് കൂടുതൽ വേണം, 100 വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാനത് ഒരു കേരള സ്റ്റൈൽ ബിരിയാണി അല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാനൊരു എന്താ പറയുക ഒരു തമിഴ്നാട് സ്റ്റൈൽ ഒരു ബിരിയാണി ആയിട്ടാണ് അത് ഇപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുള്ളത്. കാരണം എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക റൈസിനൊക്കെ ഫ്ലേവറുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ ഓഫ് ബിരിയാണിയാണ് എനിക്കിഷ്ടം. അപ്പം പുതിയ ഒരു എന്താ പറയുക തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കഫേ എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെന്റ് ഒരു കോൺസെപ്റ്റിൽ പൊടിയുടേതായിട്ടുള്ള രീതിയിൽ എന്താ പറയാ മ്യൂസിക് സെക്ഷനും പിന്നെ അതേപോലെ ലൈബ്രറി. സൂപ്പാണ് എന്റെ സ്പെഷ്യൽ. ഓക്കെ, പൊടിയത് സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്താലും കുറെ സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പൊടിയാണ്. പിന്നെ എന്റെ സൈഡിൽ ഞാൻ ബിരിയാണി മാത്രമാണ് നോക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റി എല്ലാം ഞങ്ങൾ ഈ ഒരു ആഗ്രഹങ്ങളും ഡ്രീംസും എല്ലാം ഞാൻ സോണിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ സോണിക്ക് കറക്റ്റ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടിയായിരുന്നു. ഇനി സോണിയുടെ കാര്യങ്ങൾ, അതായത് എന്തായിരുന്നു ആദ്യം ചെയ്ത്, എങ്ങനെയാണ് ഇതിലോട്ടേക്ക് എത്തിയത് പറഞ്ഞു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സോണിയെ കാണുമ്പോഴത്തേക്ക് നമ്മളെ പാർവതി തിരുവനന്തപുരത്തിന്റെ ഒരു ചെറിയ ഒരു ചായ ഉണ്ട്. റിലേറ്റീവ് അങ്ങനെ വേണം അല്ലല്ലേ? ഓക്കെ പറഞ്ഞോ. ഫ്രണ്ട് ത്രൂ ആണ് ഈ എൻക്വയറി വന്നത്. അപ്പൊ പിന്നെ ഇവിടെ കോണ്ടാക്ട് ചെയ്ത് മാമിന്റെ ഫാദർ ആണ് അടുത്ത്. നെക്സ്റ്റ് ഡേ സാർ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. ഡയറക്റ്റ് മീറ്റ് ചെയ്തു. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. ഞാൻ അതല്ല, ആസ് എ മീൻസ് നിങ്ങൾ പ്രൊഫഷൻ വൈസ് ഇങ്ങനെ ഡ്രീമും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അല്ലേ പേജ് ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തമായിട്ട് എനിക്കൊരു വില്ല പ്രോജക്റ്റ് ആയിരുന്നു എനിക്ക് ഉദ്ദേശിച്ചത്.
അപ്പൊ സോഷ്യൽ മീഡിയാസില് മുൻപ് കാണുന്ന ടൈമില് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ട് സംഭവം ഇത്രേ ഉള്ളൂ. അതല്ല ഞാൻ പുള്ളിക്കാരി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈനർ ആണ്. പുള്ളിക്കാരി അപ്കമിങ് ആയിട്ടുള്ള ഒരാളാണ്. സോ അപ്പൊ പുള്ളിക്കാരിക്ക് എക്സ്പോസർ വേണം. ഇപ്പൊ ഇതൊരു പോർട്ട്ഫോളിയോ ആയിട്ട് പുള്ളിക്കാരിക്ക് 4 പേരെടുത്ത് കാണിക്കണം. ഇത് ചെയ്യുമ്പോൾ ഒരു 10 പേരെങ്കിലും പുള്ളിക്കാരി കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വർക്ക് കിട്ടണം. എല്ലാവർക്കും ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് മാത്രല്ല നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര പ്രൊഫഷണൽ ആണ്, ഭയങ്കര കംഫർട്ട് ആണ്, ഭയങ്കര പ്രൊഫഷണൽ ആണ്. ഇപ്പൊ ഞാനിങ്ങനെ ആദ്യം നോക്കിയിരുന്നു, കുറെ എൻക്വയറീസ് വന്നിരുന്നല്ലോ. അപ്പൊ നമ്മളിപ്പോ ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അവർക്ക് അതിനെ കുറിച്ച് ശരിക്കും ഭയങ്കര ഐഡിയ ഉണ്ട്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ പറയണ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യണതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ 100% ട്രസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവരത് അടിപൊളിയാക്കി തരുന്നതാണ് പറയണത്. അപ്പൊ ഞങ്ങൾ വർക്കിങ്ങിന്റെ പ്രോസസ്സൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മളത് യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അല്ല കാരണം ഇതിപ്പോ നമ്മൾ ഡെയിലി ഒരു വ്ളോഗായിട്ട് ഇടുന്നതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇനി ഒരു കാര്യം പറയും, ഇന്നലെ ആക്ച്വലി നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം സോണിയുടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഇതിലൊരു കൺഫർമേഷൻ വന്നതിന് ശേഷം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇന്നൊരു 11 മണിക്ക് ശേഷം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്, അല്ലാതെ പ്ലാൻ ചെയ്യാതെ എടുക്കുന്ന വീഡിയോ അല്ല. നമ്മൾ മുഴുവനായിട്ട് തുറന്നു പറയണമല്ലോ, കാരണം നമ്മള് അതല്ലേ സത്യം. ഓക്കെ, സോ അപ്പം ഇതാണ് ഇപ്പൊ പ്രസന്റ്ലി ഉള്ള നമ്മുടെ കാര്യങ്ങൾ ഇതാണ്. കാരണം ഇപ്പം കഫേന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്റെ ക്ലിനിക്കിന്റെ ഒരു ലൊക്കേഷനും ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. അപ്പൊ ക്ലിനിക്കിന്റെ ഇന്റീരിയറും ഞാൻ സോണിയനെ വെച്ച് തന്നെയാണ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്യുന്നത്. അപ്പം ആരും കാണാത്ത പോലത്തെ ഒരു ടൈപ്പാണ് നമ്മൾ റെഫറൻസ് എടുത്ത് വെച്ചത്. അല്ല അത് കുഴപ്പമില്ല, അത് നമുക്ക് ഞാൻ പറയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ ശരിയാവത്തില്ല. അപ്പൊ പൊടിക്ക് ഇങ്ങനെ കഫേ എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം ഉള്ളപ്പം എനിക്കിങ്ങനെ ബിരിയാണി എന്ന് പറഞ്ഞൊരു സാധനം എന്റെ മനസ്സിൽ കിടക്കുന്നത്. ബിരിയാണി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് കഴിക്കില്ല കേട്ടോ. ഞാനത് ജസ്റ്റ് എന്താ പറയാ, അല്ലെങ്കിൽ പിന്നെ എന്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ പോകും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള ഒരു റെസിപ്പി കാണും. ഞാനത് ഇപ്പം പിന്നെ ഒരു കാര്യം കൂടെ, ബിരിയാണി വെക്കാൻ പറ്റുന്ന തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി വെക്കാൻ പറ്റുന്ന ഷെഫ് അല്ലെങ്കിൽ അതിനുള്ള മാസ്റ്റർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഒന്നെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ അതായത് നമ്മുടെ ഈ വീഡിയോന്റെ താഴെ നിങ്ങളെ ഫോൺ നമ്പറോ കാര്യങ്ങളോ പേരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചിട്ടേക്കുക. കാരണം എനിക്ക് ബിരിയാണിക്ക് വേണ്ടി മാത്രം ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിക്ക് വേണ്ടി മാത്രം ഒരു മാസ്റ്ററിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി നോക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടെ എന്ത് ചെയ്തേക്കാം, മുൻകൂട്ടി അത് ചെയ്തേക്കാന്ന്. ഓക്കെ, സോ ഇതെല്ലാം കൂടെ നമ്മൾ മാക്സിമം മോസ്റ്റ് പ്രോബബ്ലി ഒരു ഡിസംബർ 2025 ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ചെയ്യുന്നത്. സോ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ കൊച്ചിയിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഫേയും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക. പിന്നെ നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞ ഫുൾ ഹിറ്റ് അങ്ങനെയല്ല, ഞാൻ വിചാരിച്ചു ഇനോഗ്രേഷന്റെ അന്ന് എന്റെ ബിരിയാണി എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ, പുതിയൊരു സാധനമാണല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഒരു അഭിപ്രായം പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അന്ന് വരുന്ന എല്ലാവർക്കും, എന്നെ കൊണ്ട് എല്ലാവർക്കും അല്ല, എല്ലാവരും വരുന്ന അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യും. അപ്പം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എറണാകുളം ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഇതിൽ വിസിറ്റ് ചെയ്യുക. ഇൻ കേസ് എറണാകുളത്ത് അല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എറണാകുളം എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരിക. പിന്നെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും നമ്മുടെ ഈ ബിരിയാണി, ഞാൻ ഈ ബിരിയാണിയെ പറ്റി പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇനി ഞാൻ ബിരിയാണി ഇത് പറഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് ബിരിയാണി ഓർഡർ ചെയ്യാൻ എന്റെ പേര്. അല്ല ഇന്നലെ ഞാൻ പുള്ളിക്കാരുടെ ബിരിയാണിയുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സലൈവൊക്കെ ഇങ്ങനെ അറിയാം, ഇങ്ങനെ ആലോചിച്ച് ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്കെല്ലാവർക്കും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കൊച്ചിയിലുള്ളതിൽ മോസ്റ്റ്ലി സ്വിഗ്ഗി യൂസ് ചെയ്യുന്ന നമ്മളിപ്പോ ഒരു 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെങ്കിലും ഒരു ദിവസം സ്വിഗ്ഗി മിനിമം യൂസ് ചെയ്യും. അതിലൊരു 10-15,000 പേര് എന്തായാലും ബിരിയാണി ഓർഡർ ചെയ്യുന്നവർ എന്തായാലും കാണും. അപ്പം ഞാനതിൽ സ്റ്റാർട്ടിങ് ഒരു 50 ബിരിയാണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ പറയണോ 50 സ്റ്റാർട്ട് ചെയ്യണോ 100 സ്റ്റാർട്ട് ചെയ്യണോ? കാരണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ അനുസരിച്ച് ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാനത് കൂട്ടാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഹെൽത്തി ആയിരിക്കും, നീറ്റ് ആയിട്ടുള്ള കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും കിച്ചണിൽ വന്ന് വിസിറ്റ് ചെയ്യാം. ഹൈജീൻ എന്ന് വെച്ചാൽ അതിന്റെ ഹൈജീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെ യൂസ് ചെയ്യുന്ന ഫുഡിന്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ റൈസ് എന്താണെങ്കിലും അതിലെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള, കാരണം ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ഹെൽത്തിനെ പറ്റിയും കുറച്ച് കോൺഷ്യസ് ആയതുകൊണ്ട് എന്താ പഴയ സാധനങ്ങളൊന്നും ഞാൻ അതിലെടുത്തില്ല, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ.
അപ്പം ഇങ്ങനെ ഇതൊക്കെ പെട്ടെന്നാണ് ഇങ്ങനെ ആലോചിച്ചത്. പുള്ളിക്കാരി ഇങ്ങനെ കഫേ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. പെട്ടെന്നാണ് നമ്മുടെ ഞാൻ ആദ്യം കഫേ എന്ന് പറഞ്ഞപ്പോ ആർക്കും എന്റെ വീട്ടിൽ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. റോബിൻ ചേട്ടനാണെങ്കിലും ഇന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് എന്തായത് പിന്നെ ബിസിനസ് മൈൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, അതായത് ഇപ്പൊ എന്റെ ബുട്ടീക്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ ക്ലയൻസ് ആക്കി എടുക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഭയങ്കര കമ്പാരിറ്റീവ്ലി അത്യാവശ്യം ഇവിടെ റീസണബിൾ ആണെങ്കിൽ പോലും അത്യാവശ്യം എമൗണ്ട് വരുന്ന ഇതൊക്കെ ആയിരിക്കും. ഇപ്പൊ ഫുഡിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര റീസണബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടുത്തെ എക്സ്പെൻസ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ അത്രയും റീസണബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കിപ്പോ കഫേ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുത്താൻ പറ്റും, ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ബൊട്ടിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കുറച്ചും കൂടി റീസണബിൾ ആയിട്ട് ചെയ്തു. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് വരുന്ന എക്സ്പെൻസിനനുസരിച്ച് നമുക്ക് റേറ്റ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ പാലാരിവട്ടത്ത് ഇതുപോലൊരു സ്പേസിൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഓടി കയറി വന്നിട്ടൊന്നും ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. ഇനി ഇൻ കേസ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ റേറ്റിൽ എനിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രം. പക്ഷെ കഫേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഞാൻ ഉദ്ദേശിക്കുന്ന സൂപ്പിനൊക്കെ 70 റുപ്പീസ് അല്ലെങ്കിൽ 80 റുപ്പീസ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അതൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്റെ ബിരിയാണി ആണെങ്കിലും ഞാനിപ്പോ വെക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 180. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റേറ്റ് കുറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ അത്യാവശ്യം ഡെയിലിയെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കസ്റ്റമറായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കിന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് ഇഷ്ടമുള്ള കാര്യം, എന്റെ മനസ്സിൽ പണ്ടേ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ക്ലിനിക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതെന്തായാലും ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിനിക്കിന്റെ സ്ഥലം നോക്കി. കാരണം നമ്മൾ 1 by 1 ആയിട്ടാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് നമ്മൾ കഫേ ലൂക്ക ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി ജനുവരി, ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ക്ലിനിക്കിന്റെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇങ്ങനെ പടിപ്പടിയായിട്ട്, കാരണം ഫുഡിനെക്കാട്ടിയും കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ, അല്ല ക്ലിനിക്കിന്റെ കാര്യം നമുക്ക് കുറച്ചുകൂടെ അത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. കാരണം കിട്ടിയ കണക്ക് നമുക്ക് ഇന്റീരിയർ ചെയ്യാനോ അല്ലെങ്കിൽ സ്പേസോ കാര്യങ്ങളോ അതിനനുസരിച്ചുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിന് കുറച്ചുകൂടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതിലാകുമ്പോഴത്തേക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഉള്ള സമയത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടാ എന്നുള്ളൊരു സംഭവമാണ് ചിന്തിച്ചത്. അപ്പം 180 റുപ്പീസിനായിരിക്കും ഞാൻ എന്റെ ചിക്കൻ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് അല്ല കാരണം ഞാൻ ഈ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ നോക്കുമ്പോൾ ചില ബിരിയാണിയൊക്കെ ഭയങ്കര പ്രൈസ്. ഞാൻ പറഞ്ഞുതരാം, റോബിൻ ചേട്ടന്റെ ഫേവറേറ്റ് ഒരു ബിരിയാണി, പേര് പറയില്ല, അതായത് വെറുതെ പേര് അവരെ പ്രൊമോട്ട് ചെയ്യാതെ മിണ്ടല്. അപ്പം ഞാൻ അതുകൊണ്ട് ആ പേര് പോലും പറയാത്തത്. അപ്പം അങ്ങനെയല്ല, ഇവിടെ കമ്പാരിറ്റീവ്ലി കൊച്ചിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി. അപ്പം അതേപോലെ ആയിരിക്കത്തില്ല, കാരണം ഞാൻ ചിദംബരത്താണ് പഠിച്ചിരുന്ന സമയത്ത് അത്രയും വർഷങ്ങളിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറെ ടേസ്റ്റ് ഉണ്ട്, ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ട്. സോ അപ്പം അങ്ങനത്തെ കുറച്ച് ബിരിയാണി അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു യൂണീക്ക് സാധനം ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം. സോ പുള്ളിക്കാരിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ നമ്മൾ വരും വ്ളോഗ്സിലെല്ലാം ചില വ്ളോഗ്സിലൊക്കെ പുള്ളിക്കാരി ഉണ്ടായിരിക്കും, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. പിന്നെ സോണിയുടെ ഫാൻസോ അല്ലെങ്കിൽ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ്സ് ചെയ്തേക്കാം. നമുക്ക് ഞാൻ ചോദിച്ചു ഈ വീഡിയോ ഇടുമ്പോഴത്തെ കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നത്. അപ്പം സോണീനെ അറിയാവുന്നവരും പിന്നെ സോണിയുടെ ഫ്രണ്ട്സും ഫാമിലി അല്ലെങ്കിൽ എന്താ പറയാ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക. പിന്നെ ഞങ്ങളെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. റോബിൻ ചാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് സെൻസിബിൾ ആയിട്ടൊരു സംഭവം കമന്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നയൻതാരയുടെയും ധനുഷിന്റെയും ഡിസ്കഷൻ വേണ്ട. നിങ്ങളുടെ അഭിപ്രായം മാനിച്ചതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം മാനിച്ചതുകൊണ്ട് ഞാൻ ഇനി ഒരു കൈൻഡ് ഓഫ് റിയാക്ഷൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നിലും വേണ്ട. നമുക്ക് പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്യുന്ന പോസിറ്റീവ് വീഡിയോസ് മാത്രം നമുക്ക് സ്പ്രെഡ് ചെയ്യാം. സോ അല്ലേ, വെറുതെ നമുക്ക് ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞതാ. അതെ, ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ലേ, ആ ടോപ്പിക് എടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഈ പുള്ളിയാണ് ടോപ്പിക് എടുത്തിട്ട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഞാനത് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് നോക്കി ഞാനത് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലെങ്കിലും ചേട്ടൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറയൂ ഞങ്ങൾ പറയണോ? അപ്പൊ എല്ലാരും വേണ്ട. നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ ഇനി അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ നടക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ.
only positive vibes. നിങ്ങൾക്ക് ഈ കുട്ടീനെ കാണാൻ പാർവതിയുടെ ചായ തോന്നിയോ? തോന്നിയോ? അത് കമന്റ് ഇട്ടോ. അത് കമന്റ് ഇട്ടോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇന്ന് എന്തായാലും ഒരു 3-4 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇന്നലെ കുറച്ച് ലേറ്റ് ആയി പോയി. ലേറ്റ് ആയി പോയിട്ടും നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചായിരുന്നു. അത് അത്യാവശ്യം പേര് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. കീപ് സ്മൈലിംഗ്. ലവ് യു ഗൈസ്.